ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ ധനുഷിൻ്റെ ഏറ്റവും പുതിയ റിലീസിലുള്ള കുബേര എന്ന ചിത്രത്തിലായി നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു. പടത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പോകുമ്പോൾ കാര്യമായിട്ട് ഒരു അപരാധ കഥകൾ തന്നെയാണ് പടത്തിൽ മുന്നോട്ടായിട്ട് പോയിട്ടുള്ളത്. ഏറ്റി ആദ്യം തന്നെ എടുത്ത് പറയണം. കാരണം നമ്മുടെ മനുഷ്യന്മാരെന്ന് പറയുന്ന വ്യക്തികളെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം എന്ന് പറയുന്നത്. കാരണം 3 മണിക്കൂർ വെറുതെ കൊണ്ട് കളഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു കുബേര കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം എക്സെപ്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം പടത്തിൽ എവിടെയും കൊണ്ടുപോയിട്ടില്ല. പക്ഷേ എന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റിയുള്ള കാസ്റ്റിംഗ് ആണ് ഡയറക്ഷൻ ടീം തന്നെയാണെങ്കിൽ പോലും യാതൊരു ഗുണമേന്മയും കാണുന്ന പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല തന്നെയാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്കതിൽ കുബേരയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ഹാപ്പി ഡേയ്സ് ടീം തുടങ്ങിയിട്ടുള്ള ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ധനുഷ്, അതുപോലെ തന്നെ രശ്മിക മന്ദാന, നാഗാർജുന തുടങ്ങിയ പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൈനേരി സഹദേവൻ, നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലെ അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. അപ്പോൾ ആ വ്യക്തികളെ ഹാരിഷ് ഷാരടി തുടങ്ങിയവരൊക്കെ പ്രധാനമായി കാസ്റ്റിംഗായി വരുന്ന ചിത്രം തന്നെയാണ് കുബേര എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. കുബേരയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ട്രെയിലറാണ് ടീസറാണെങ്കിൽ വ്യക്തമാണ് എന്താണ് അതിൻ്റെ സബ്ജക്റ്റും അല്ലെങ്കിൽ ധനുഷിൻ്റെ റോൾ എന്തായിരിക്കുമെന്ന്. അപ്പോൾ ധനുഷ് ഇതിൽ വെറും ഒരു പിച്ചക്കാരൻ്റെ റോളാണ് വരാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും നാഗാർജുന ഒരു CBI ഓഫീസറാണ്. ദീപക് എന്നാണ് പേര്, നമ്മുടെ ധനുഷിൻ്റെ പേര് ദേവ എന്നാണ്. അപ്പോൾ ആ രണ്ട് വ്യക്തികളും കണ്ടുമുട്ടാൻ ഇടയായ സാഹചര്യം എന്തുകൊണ്ടാണ് ഈ പിച്ചക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കേണ്ട പ്രശ്നങ്ങളും കാര്യമൊക്കെ മുന്നോട്ട് പോകുന്നു. ഈ പടത്തിൻ്റെ സ്കെയിൽ തന്നെ തുടക്കം തന്നെ വളരെ ബിൽഡപ്പോട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഒരു റിഗ് കാണിക്കുന്ന ഒരു കപ്പൽ, ആ കപ്പലിൽ ഒരു ഓയിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, കണ്ടെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് അറിയാലോ സിൻഡിക്കേറ്റ്, അതായത് ഇന്നത്തെ ഗവൺമെൻറ് പോലും ഭരിക്കുന്ന ബിസിനസ്സുകാർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓയിലിൻ്റെ ഖനനത്തെക്കുറിച്ച് അറിയുന്നു. അതെങ്ങനെയും അവൻ ആ വ്യക്തിയുടെ പേരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിൻഡിക്കേറ്റും തമ്മിലുള്ള ഒത്തുകളി, പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായിരിക്കട്ടെ, പണക്കാരെന്നും പണത്തിന് മുകളിലോട്ട് പരുന്നും പറക്കില്ലെന്ന് പറഞ്ഞൊരവസ്ഥയാവട്ടെ തരത്തിലൊക്കെയാണ് ആ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഒരു പണക്കാരൻ എന്തൊരു കാര്യം നേടാൻ വേണ്ടിയും ദൈവത്തിൽ കൈക്കൂലി കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന് മുമ്പിൽ പിച്ചെടുക്കുന്ന ഒരു സാധാരണക്കാരെ ആ പണക്കാരൻ ദ്രോഹിക്കുന്നു. അതിന് കൂട്ടുനിൽക്കുന്ന ഗവൺമെൻറ്റും അതൊക്കെ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ സബ്ജക്റ്റ് ടോട്ടലി നമ്മൾ മറന്നിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേങ്കിൽ പല ഭാഗങ്ങളിൽ പലയിടത്തും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും പറയുന്നില്ല നമ്മുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഇത്രയേറെ പണം കടന്നു വരുന്ന ഒരവസ്ഥ. അതായത് സാധാരണക്കാരനെ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പിച്ചക്കാരനെ യൂസ് ചെയ്യുന്നു. കാരണം ഇപ്പോഴും ഫോണോ അല്ലെങ്കിൽ ആധാർ കാർഡ് എന്താണ്, ID കാർഡ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തികളിലേക്ക് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് കൂട്ടു നിൽക്കാൻ വേണ്ടി ഗവൺമെൻറ്റും അവിടുത്തെ ബിസിനസ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ അവരെ പരമാവധി ദ്രോഹിക്കുന്നു. അതായത് ധനികനും ദാരിദ്ര്യം തമ്മിലുള്ള ഒരു വ്യത്യാസം അതൊക്കെയാണ് കുബേരയിൽ പറഞ്ഞു പോകുന്ന വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇത്രയേറെ നല്ലൊരു പോളിറ്റി കിട്ടിയിട്ട് പോലും കാണുന്ന പ്രേക്ഷകരെ എല്ലാവരും പ്രേക്ഷകരെ എനിക്ക് തീർച്ചയായിട്ടും നിരാശ തന്നെയാണ് സമ്മാനിച്ചത്. കാരണം പടത്തിൻ്റെ ഏകദേശം 3 മണിക്കൂറും ഈ അപരാധ കഥകൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഇതിൽ പുതുമയ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതായത് ബാക്കി ഇതിൽ അവതരിപ്പിച്ച എല്ലാ വ്യക്തികളും തൻ്റേതായ രീതിയിൽ തന്നെ വളരെ വൃത്തികെട്ട രീതിയിൽ കുളമാക്കി കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. കാരണം ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഷിപ്പുമാണെങ്കിൽ വില്ലൻ എന്താ പറയുക, ഒരു ടെറർ പിടിച്ച അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാവ് തോന്നുന്ന തരത്തിലാണ് വില്ലൻ്റെ പ്രകടനം അല്ലെങ്കിൽ ആ ലുക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ നായകൻ ഉണ്ടോ കാണിക്കുന്നുണ്ട്. അമ്മയെ തായെ, വലുതായെ, പിച്ചക്കാരനുള്ള തായെ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. മോസ്റ്റിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡയലോഗ് ധനുഷിൻ്റെ ലുക്കും ആ കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ പ്രകടനവും കാര്യങ്ങളും ഓക്കെ ലെവൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ ആൾക്കാരൊക്കെ വളരെ അഭിനയിച്ച് വൃത്തികേടാക്കിയിട്ടുള്ള ഇതിൽ ഒരു മനുഷ്യൻ മാത്രം വന്ന് കൂടുതൽ എത്ര പ്രകടനം കാഴ്ചവെച്ചാലും യാതൊരു ക്വാളിറ്റി തോന്നില്ല. കാരണം അദ്ദേഹം മരണമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക അഭിനയിച്ച് വലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ വ്യക്തി അഭിനയിക്കുന്നത് കാണാൻ കഴിയുന്നില്ല. ആ ഒരു തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ നാഗാർജുന തനിയും ഒന്നായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വന്നിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു തെലുങ്കിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറാണ് നാഗാർജുന. അവിടുത്തെ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഇത്രയും വലിയൊരു പടത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഊള റോൾ കൊടുത്തിട്ടുള്ള ഒരവസ്ഥയാണ്. തനി മൊണ്ണേച്ചായിട്ടുള്ള കഥാപാത്രം. പിന്നെ രശ്മികനെ അറിയാലോ, അല്ല പടത്തിലെ പോലെ തന്നെ ക്യൂട്ട്നെസ് വാരി ഉതിർന്ന ഒരു കഥാപാത്രമായിട്ടാണ് രശ്മിക ഈ പടത്തിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള പ്രകടനങ്ങളിൽ നായിക എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ സൈഡിൽ പോകുന്ന
ഒരു കഥാപാത്രം എങ്ങനെയാണ് ആ വ്യക്തി നായകൻ്റെ അടുത്ത് എത്തിപ്പെട്ടത്, നായകൻ്റെ അടുത്ത് എത്തിപ്പെട്ടെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എനിക്ക് തോന്നുന്നത് കഥാപാത്രം തമ്മിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നില്ല, ഒരു മിംഗ്ലിംഗ് ഇല്ല, ഇമോഷണൽ കണക്ട് ആവുന്നില്ല. കാരണം മ്യൂസിക്കും കാര്യങ്ങൾ ദേവിപ്രസാദാണ് മ്യൂസിക് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ കണ്ട് മറന്നിട്ടുള്ള പഴയൊരു നാടകത്തിൻ്റെയും ഹരഹര മഹാദേവ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പല പല ഭാഗത്തൊക്കെ. കാരണം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കേട്ട് പഴകിയിട്ടുള്ള ആ സാധനമൊക്കെ വീണ്ടും പൊടി തട്ടിയെടുത്തിട്ട് അതേപോലെ കയറ്റി വിടുന്നുണ്ട്. അതുകൊണ്ട് അതിൽ യാതൊരു തന്നെ ഒരു കണക്ടിവിറ്റി തോന്നുന്നില്ല. അതുമാത്രമല്ല ഇമോഷണലായിട്ട് തോന്നുന്ന പല പല രംഗങ്ങളും പടത്തിലെ ആയിട്ടുള്ള സീൻസ് പോലും കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു തരത്തിൽ പോലും ഇമോഷണൽ തോന്നിക്കുന്നില്ല, അയ്യേ എന്ന് തോന്നുന്ന തരത്തിലാണ് പോയിട്ടുള്ളത്. ഇതൊക്കെ ഒരുപാട് പിച്ചക്കാരെ കാണിക്കുന്നുണ്ട്. ഒരു 5 പിച്ചക്കാരെ മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റായ റോൾ കൊടുക്കുന്നുള്ളൂ. അത് കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അപ്പോൾ 5 പിച്ചക്കാരിലൊരു എന്താ പറയുക, പഞ്ചാബി ഹിന്ദിക്കാർ പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയാണ്. പൂര വെറുപ്പിക്കൽ, എൻ്റെ പൊന്നാളിയാ പൂര വെറുപ്പിക്കൽ എന്ന് വെച്ചാൽ പൂര വെറുപ്പിക്കൽ. 5 പേരും എടുത്തു പറഞ്ഞും ഗംഭീരമായിട്ടുള്ള ഒരു അപരാധം പിടിച്ചുള്ള പ്രകടനം തന്നെയാണ് ഈ 5 പേരും കാഴ്ചവെച്ചുള്ളത്, ധനുഷ് ഉൾപ്പെടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കിടന്ന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും യാതൊരു തരത്തിലും എനിക്കെന്തോ ഒന്നും തോന്നിയില്ല. കാരണം കോസ്റ്റ്യൂം കാര്യങ്ങളോ ഒക്കെ ലെവൽ തന്നെയായിരുന്നു. അവസാന ഭാഗം എത്തുമ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തീർക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് കുമ്പാരത്തിലൊക്കെ. ഇങ്ങനെയാണ് സാറ് സംഭവിക്കുന്നത്. ഇത്രയും വലിയ ഏകദേശം 50,000 കോടി രൂപ കയ്യിൽ കിട്ടിയിട്ട് അതുപോലും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു മണ്ടനായിട്ടുള്ള ഒരു പിച്ചക്കാരനായിട്ട് ധനുഷ് വന്നിട്ടുള്ളത്. കാരണം 500 വലുത്, 50 വലുത് എന്നൊക്കെ ചോദിക്കുന്ന ഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ധനുഷിനെ പലരും ഇതിൽ ഊക്കി വിടുന്ന ഭാവം കാണിക്കുന്നുണ്ട് പല പല സീൻസിലൊക്കെ ആയിട്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും, അതുകൊണ്ടാണൊന്നും പറയാൻ സാധിക്കാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില്ലൻ്റെ കാര്യം അദ്ദേഹം ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. കാരണം ഈ വലിയ തുടക്കത്തിലൊക്കെ വലിയ ബിൽഡപ്പ് കൊടുത്ത് അവസാനമായി എത്തുമ്പോൾ വലിയൊരു കുമ്പള പൊട്ടിയിട്ടുള്ള അവസ്ഥയായിരുന്നു സാധാരണ സംഭവിക്കുന്നത്. അതേപോലെ തന്നെയാണ് ആ വില്ലിനും ഇതിൽ കൊടുത്തിട്ടുള്ളത്. കൂടുതലായിട്ട് ഒന്നും ചെയ്യാനോ തോന്നിപ്പിക്കാൻ തരത്തിൽ ഒന്നും വന്നിട്ടില്ല. വില്ലിൻ്റെ കൂടെ തന്നെ ഒരുപാട് ശിങ്കടികൾ നടക്കുന്നുണ്ട്. അതിലൊരു അവസാനം ഒരു ക്ലൈമാക്സിലൊക്കെ ആയിട്ടൊരു തൊട്ട് മുമ്പായിട്ട് ഒരു നായ കടിക്കുന്ന അതിൽ കടിപ്പിക്കുന്ന ഒരു ചേട്ടനുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിനയിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഓവർ റൈറ്റിംഗ് തന്നെയായിരുന്നു. ഒരു തെലുങ്ക് പടമൊക്കെ ഡബ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഭയങ്കര അപരാധമായി തോന്നി, ഒട്ടും തന്നെ കൺവിൻസിങ് ആയി തോന്നില്ല. പാട്ടുകളാണെങ്കിൽ പോലും ഒട്ടും തന്നെ എന്താ പറയുക, ഒരു ഇഷ്ടപ്പെട്ടില്ല പടത്തിൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുരന്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ളൂ. കാരണം 3 മണിക്കൂറുള്ളത് ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ മിനിമമായി കുറച്ചെങ്കിലും ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചായിരുന്നു. പക്ഷേ പടത്തിൻ്റെ ഏറ്റവും വലിയ വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡയറക്ഷനും അതുപോലെ തന്നെ തിരക്കഥയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകടനം കാര്യങ്ങളൊക്കെ തന്നെയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം യാതൊരു ഒട്ടും തന്നെ ഒരു കാണുന്ന, ഞാൻ പറഞ്ഞില്ല ഇത്രയും നമ്മൾ സമയത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഞാനൊരു പക്ഷേ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, അത് ഓരോരുത്തർ വ്യക്തിപരമായ കാര്യം തന്നെയാണ്. എനിക്കൊട്ടും തന്നെ ഈ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ആയിട്ട് പെട്ട ഒരവസ്ഥ തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് പടത്തിൻ്റെ ഒരു അവസ്ഥ. കാരണം ഒരു നല്ലൊരു തിരക്കഥ എന്താണോ അല്ലെങ്കിൽ അവസാനം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും പടത്തിൻ്റേത്. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ പല പല പടത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ പ്രകടനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ തിരക്കഥ എന്ന് പറയുന്ന അതിൻ്റെ ഒരു അറ്റംപ്റ്റ് കൊണ്ട് അത് വിജയിക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അത് എല്ലാം പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എനിക്കൊരു കുബേര എന്ന് പറയുമ്പോൾ അപരാധം അല്ലെങ്കിൽ എന്താ പറയുക ബിലോ എവറേജ് അനുഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കുബേര എന്ന് പറഞ്ഞ ചിത്രം കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായിരിക്കും ബൈ ബൈ.